നാഷണൽ സെക്യൂരിറ്റി സമയക്കുറവുള്ളതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഗ്യാരണ്ടി, നേട്ടങ്ങൾ, ഇതൊക്കെയാണ് പ്രഖ്യാപനങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി പ്രധാനമായും ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ വിദ്വേഷമാണ്, മുസ്ലിം വിഭാഗത്തിനെല്ലാം കൊടുക്കുന്നു കോൺഗ്രസ്, എല്ലാം കൊടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് കെട്ടിയ വിഷയത്തിൽ അത് പാർട്ടി പ്രസിഡന്റാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അതിന് വീണ്ടും സാവകാശം തേടിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് വീണ്ടും വീണ്ടും പ്രസംഗങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അത് വോട്ടാകും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ മണിക്കൂറുകളോളം നീളുന്ന പ്രസംഗങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസ് അയക്കട്ടെ, അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കും, അത്രമാത്രമേ അതിനെക്കുറിച്ചുള്ളൂ. അല്ലാതെ ഏതെങ്കിലും നോട്ടീസ് വരുമ്പോൾ ഉടനെ ഓടി ഒളിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നരേന്ദ്രമോദി ഉയർത്തിയ കാര്യങ്ങൾ അതെ, അതായത് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും, അത് നിർബാധം തുടരുകയും ചെയ്യും. അങ്ങനെ തുടരുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഇപ്പം കേരളത്തിലാണെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ 80:20 എന്ന നിലയിലാണ് വീതം വയ്ക്കപ്പെടുന്നത് എന്നുള്ള ചർച്ചയുണ്ടല്ലോ. അതായത് എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും എല്ലാം കിട്ടുന്നില്ല, 80% ഒരു ന്യൂനപക്ഷത്തിന് കിട്ടുന്നു, 20% മറ്റേ ന്യൂനപക്ഷത്തിന് കിട്ടുന്നു എന്നുള്ള ചർച്ച കേരളത്തിൽ പോലും ഉണ്ടായല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെ പറയുമ്പോൾ, നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞ ഉടനെ എന്തിനാ എത്ര വിഷമിക്കുന്നത്? രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ അതിൻ്റെതായ രീതിയിൽ നേരിടും എന്ന് പറയാനുള്ള ഒരു ആർജവം ഇവിടെ BJPക്കുണ്ട്. കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ ഈ രാജ്യത്തെ പൗരന്മാരെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാ ഇളവുകളും എല്ലാ സംവരണവും ബാക്കിയുള്ളവരിൽ നിന്നും SC/ST വിഭാഗത്തിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് അതെടുത്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന് നൽകാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. പ്രകടന പത്രികയിൽ പോലും അത് പറയുന്നു എന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞ ദീർഘമായ പ്രസംഗത്തിലെ ഒരു വാചകമല്ല, 2 വാചകമല്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് അപകടകരമായ പ്രതികരണമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ രണ്ടാംകിട പൗരന്മാരായി BJP കാണുന്നു എന്ന് തുറന്നു പറയൂ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട്. ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ രണ്ടാം കിടയോ മൂന്നാം കിടയോ ആക്കി കളഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസുമാണ്. അവരെ വർഗീയ പ്രീണനത്തിന് വിധേയമാക്കി വോട്ട് ബാങ്കാക്കി മാത്രം തരം താഴ്ത്തി ഈ 75 വർഷക്കാലം ഇന്ത്യയിൽ അവരെ പിന്നോക്കാവസ്ഥയിൽ ഇട്ടത് BJP അല്ലല്ലോ. 60-66 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസും അതുപോലെ കേരളത്തിൽ 75 വർഷക്കാലം ഭരിച്ച ഇടതു വലത് മുന്നണികളുമാണല്ലോ ഈ മുസ്ലിങ്ങളെ ഇപ്പോഴും ഈ പിന്നോക്കാവസ്ഥയിൽ ഇട്ടിരിക്കുന്നത്. ആ പിന്നോക്കാവസ്ഥയിലുള്ള മുസ്ലിങ്ങളെ രക്ഷിക്കുന്നത് BJP ആണ് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും BJPക്ക് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതും BJPയെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട. BJPക്ക് ഇവിടെ മലപ്പുറത്ത് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നു, കേരളത്തിന് പുറത്തെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, തടയാതിരുന്നാൽ മതി. അതായത് 66 വർഷക്കാലം ജനതാദളും കോൺഗ്രസും ഭരിച്ച ബീഹാറിലും UPയിലുമൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ചതിന് മറുപടി കൊടുത്തത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. അവർ പറഞ്ഞു 66 വർഷക്കാലം കോൺഗ്രസും ജനതാദളും ഞങ്ങളെ ഭരിച്ച സമയത്ത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, വൈദ്യുതി ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ശൗചാലയമില്ലായിരുന്നു, ഞങ്ങൾക്ക് റോഡ് പോലും ഇല്ലായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി തന്നത് BJP അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ BJPയുടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, ചിഹ്നം നോക്കാതെ വോട്ട് ചെയ്ത് BJPയെ വിജയിപ്പിച്ചു. അങ്ങനെയാണ് 45 മുതൽ 75 വരെ ശതമാനം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.